ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രെഡ് മസാല റെസിപ്പി ആയിട്ടാട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡ് ഞാൻ എടുത്തിട്ടുള്ളത് 10 പീസ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അളവിനനുസരിച്ച് എത്ര ആളുകളുണ്ട് അതിനനുസരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 ഭാഗവും നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാനിലൊന്നും ഒഴിക്കൊന്നും വേണ്ട, നമ്മൾ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. പിന്നെ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10 ബ്രെഡ്ക്ക് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നന്നായിട്ട് നുള്ള എണ്ണ ചട്ടിയിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചിക്കി ഇതാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ, മാറ്റി വെക്കുക. ആ ചട്ടിക്ക് തന്നെ നമുക്ക് ഒരു മീഡിയം സവാള 2 എണ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരു ഇത്തിരി ഇട്ടിട്ട് നമുക്ക് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്നാവും. അപ്പോൾ അങ്ങനെ വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ ചിക്കൻ മസാല 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു ഇത്തിരി ഇട്ടാ, 1/4 ടീസ്പൂണൊന്നും വേണ്ട, ഇത്തിരി, പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതി, അത് നന്നായിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇട്ട ശേഷം നമ്മൾ ഉള്ളി വഴറ്റുന്ന പോലെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആവുന്ന ഒരു പരുവം മതി. നന്നായിട്ട് ഒടയേണ്ട ആവശ്യമൊന്നുമില്ല. കടിക്കണം നമ്മൾ കഴിക്കുമ്പോൾ. പിന്നെ ആ മുട്ടയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടേൻ്റെ അതും കൂടെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സമയത്ത് നല്ലൊരു മണമൊക്കെ വരും, കാരണം അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ എത്ര നമ്മൾ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതേപോലെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രെഡും അതിലൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഫുള്ളൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. ആ മല്ലിയില പിന്നെ അധികം ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ വെക്കും, പിന്നെ അത് കേടാവും. അപ്പോൾ കുട്ടികൾ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.